ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കരുതുന്നു എല്ലാവർക്കും സുഖമാണ്, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഒരു ഹോസ്റ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പോഴും സെയിം റൂട്ടീൻ തന്നെയായിരിക്കും. രാവിലെ എനിക്കും ആസ് യൂഷ്വൽ, എന്നിട്ട് എല്ലാം ബ്രഷെല്ലാം ചെയ്ത് നേരെ മെസ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയായിരുന്നു ഇന്നത്തെ ഫുഡായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ സ്കിൻ പ്രിപ്സിലേക്കാണ് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ എവറി ടൈം ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു ബ്രേക്കൊക്കെ എടുക്കും. കാരണം എൻ്റെ മടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുക്കും. ഞാൻ എൻ്റെ സ്കിൻ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പോകുന്നത്. ഇവരാണെങ്കിൽ എവിടെ പോകാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും തല്ലിപ്പടച്ചിരുന്ന് റെഡിയാവുന്നത്. അതിനിടയ്ക്ക് അവിടെ ക്യാമറ നോക്കിയപ്പോൾ എന്തൊക്കെയോ പിച്ചുമയൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇന്നെന്തോ പുറത്തു പോകാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. ഇവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ മടി കാരണം എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ കേരളം വിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പഠിക്കുകയോ ജോലി ചെയ്യുന്നവർക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം കിട്ടിയാൽ അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഉറങ്ങാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ഒക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പുറത്തൊന്നും പോകാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ഉറക്കം പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ ഉടനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴേക്കും നേരെ മെസ്സി ചെന്നിട്ട് സാമ്പാറും പപ്പടവും അതുപോലെ തന്നെ ചോറും കോവയ്ക്കറിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം ഹോസ്റ്റലിൽ താഴെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കുകയും കുറച്ച് റീൽസും കാര്യങ്ങളെല്ലാം എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും എടുത്തു. ഹോസ്റ്റലിന് താഴെ ചെന്നിരുന്നാലും നമ്മൾ ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട് അവരെ കുറച്ച് നേരം വായി നോക്കി അവരെ കമൻറ്റ് പറഞ്ഞിരുന്നിട്ടാണ് സമയമൊക്കെ കളയുന്നത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയ ശേഷം പിന്നെയും ഞങ്ങൾ സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മാത്രം എന്താണ് ഞങ്ങൾക്ക് സംസാരിക്കാനെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. എന്നിരുന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഫ്രണ്ട്സിനെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ സെലക്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിലും കോളേജിലൊക്കെ നിൽക്കുന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും തമ്മിൽ ഫസ്റ്റ് ഇയർ തൊട്ടേയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഇവർ മാത്രമാണ് എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്കൊരു കോളേജ് ലൈഫോ എനിക്കൊരു ഹോസ്റ്റൽ ലൈഫോ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും അതിനെപ്പറ്റിയും നമ്മളിപ്പോൾ സംസാരിക്കേണ്ട, അതെല്ലാം പോട്ടെ. എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും ബാക്കിലോട്ട് മറക്കാൻ പാടില്ലല്ലോ ബുക്സ് ഒന്നും. അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോഴേക്കും ഒരു 5 മണി 5:30 ആയപ്പോഴേക്കും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര നേരം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടത്. തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ഷേക്ക് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഏത് ഷേക്ക് കുടിച്ചാലും 25 റുപ്പീസേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ അതും കുടിച്ചിട്ട് നമ്മൾ പാർക്കിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. നമ്മുടേതായ കുറച്ച് ടൈംസ് നമുക്ക് വേണം സ്പെൻഡ് ചെയ്യാനും അതുപോലെ എൻജോയ് ചെയ്യാനും. നമ്മുടേതായ രീതിയിൽ കുറച്ച് ടൈമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ലൈഫിൽ. ഇനി ഒരു 3-4 ഡേയ്സ് കൂടിയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു പാർക്കിൽ വന്ന ശേഷം പിള്ളേരെക്കാളും അപ്പുറമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് അതങ്ങ് ഉണർന്നു എന്ന് വേണം പറയാൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കേട്ടിരിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ അടിപൊളിയായിരിക്കും. ഞാനാണെങ്കിൽ എൻ്റെ ലൈഫിൽ എപ്പോഴും കണ്ടുമുട്ടുന്നത് ഫേക്ക് ആയിട്ടുള്ള കുറേ ആൾക്കാരെ ആയിരിക്കും. എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഡോറ ബുജിയല്ലേ, ബുജിനെ പോലെ മരത്തി പെടച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൊച്ചിവിടെ കിടന്നുകൊണ്ട്. എനിക്കറിയില്ല ഇവൾ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നതെന്ന്. അവിടെ കുറേ നമ്മളെക്കാളും തീരെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെക്കാളും ഏജുള്ളവരും ഏജ് കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിനൊരു അരപ്പിരി ലൂസാണെന്നുള്ള കാര്യം. ആൻഡ് ഇത് നിങ്ങൾക്കറിയാമല്ലോ, സം ഗേർലി തിങ്സ് ആണ്. ലിപ്സ്റ്റിക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ പോക്കലിട്ടുകൊണ്ട് പോകുക. അതായത് ഫോണിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ ലിപ്സ്റ്റിക്കിനെ കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാനും. ഞാൻ എപ്പോഴും എന്തെങ്കിലും എടുക്കാൻ മറന്നാലും ലിപ്സ്റ്റിക്കും ഫോണും ഒരിക്കലും ഞാൻ എടുക്കാൻ മറക്കാറില്ല. കുറേ നേരം നമ്മളങ്ങനെ പാർക്കിലെല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6:30, 7 ആവാറായപ്പോഴേക്കും നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ചിക്കൻ കബാബ് ആയതുകൊണ്ട് നേരെ മെസ്സിൽ പോയി ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിലല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. പിന്നെ പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.